Good afternoon, sir. Isra, good afternoon. Good afternoon, sir. Deepa, good afternoon. Good afternoon, sir. Rani, good afternoon. Shubha, good afternoon. Good afternoon, sir. Jancy, good afternoon. Good afternoon, sir. Okay, then Ramesh Krishna, good afternoon. Good afternoon, sir. Okay, Rajeshwari, good afternoon. Good afternoon, sir. Okay, Anila, good afternoon. Okay, let us start. Arabia. Yes, sir. Okay, very good, very good. Let us start. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർട്ടിക്കിളിന്റെ ചെറിയൊരു ഭാഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇന്നലെ നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്മള് ആർട്ടിക്കിൾ ചെയ്തില്ല. പ്രയർ ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, കഴിഞ്ഞ ദിവസം ഒന്നും പറഞ്ഞില്ല, അതാണ് പറ്റിയത്. യെസ്, ഓക്കെ ഓക്കെ. Dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help me to see your blessing in every moment and serve others with kindness and grace. Thank you. Okay, okay. ഇനി signing on. A very good afternoon to everyone. Yes. I am happy to see you all together here. Thank you all for joining here. I would like to a warm welcome to our respected job sir who have joined us here, and also I welcome my friends that are present here. I hope you all enjoy this class and that turns out to be a great success. Once again, I welcome all of them to today's class. Thank you. Okay, okay. You thought of the time though? Okay. Any action song? Sir, thought of the day. Let us sacrifice our today so that our children can have a better tomorrow. By Abdul Kalam, sir. Oh, very good, very good. Yes. Then let us start. Rani? Yes, sir. Okay, sir. Okay. Now let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു, അടുത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. ആ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ യൂസ്, കോമൺ ആയിട്ടുള്ള യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അന്നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ മാറ്റി വെച്ചിരിക്കുകയാണ്, നമുക്ക് അടുത്ത ദിവസം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കും. അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ എ അല്ലെങ്കിൽ ആൻ, ഒന്നുകിൽ എ ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുക, ആൻ ഉപയോഗിക്കുക. ഇതിനെയാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി എന്നാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എ വരും, ആൻ വരും. യെസ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഉപയോഗം നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വവ്വൽസ് ആരംഭിക്കുകയാണെങ്കിൽ വവ്വൽസ് എന്ന് പറയുമ്പോൾ വവ്വൽസ് എ ഐ, ആ വവ്വൽസ് അക്ഷരമല്ല കേട്ടോ, വവ്വൽസ് സൗണ്ടാണ് കേട്ടോ. അക്ഷരം വന്നു എന്ന് വിചാരിച്ചിട്ട് അത് സൗണ്ട് ആവണമെന്നില്ല. വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുന്ന എ ഐ ഒ യു എന്ന് പറയുന്ന വവ്വൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എല്ലാം നമ്മൾ ആൻ എന്ന് ഉപയോഗിക്കും. അല്ലാതെയുള്ള സംഗതികൾക്ക് നമ്മൾ എ എന്ന് ഉപയോഗിക്കും. എ എന്നുള്ളത് ആൻ എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം
ആൻ എലിഫന്റ്. എലിഫന്റ് എന്ന് പറയില്ല. കാരണം എലിഫന്റ് എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്ന വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നത്. യെസ്, എലിഫന്റ്. ആൻ അംബ്രല്ല. യെസ്. ഇവിടെ അപ്പൊ ആൻ ഉപയോഗിക്കുന്നു, എ ഉപയോഗിക്കുന്നു. അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്ന് പറയും. ഇത് രണ്ടിന്റെയും അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്ന് നമ്മൾ പറയില്ലേ, ഒരു, അവൻ ഒരു, അവൻ ഒരു വ്യക്തിയാണ്. ആ ഒരു എന്നുള്ളതിനെയാണ് ഈ എ അല്ലെങ്കിൽ ആൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ എ അല്ലെങ്കിൽ ആൻ വരുന്നത് സിംഗുലറിനെ കൂടിയേ വരും, മുകളിലെ കൂടി വരില്ല. എ മാംഗോ എന്ന് പറയും, എ മാംഗോസ് എന്ന് പറയില്ല. ഒരു മാങ്ങ എന്ന് പറയാം, ഒരു മാങ്ങകൾ എന്ന് പറയും, ഇല്ല. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പിന്നീട് കൂടെ വരുന്നത് ഒരു എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ്. അത് സിംഗുലർ ആയിട്ടുള്ള നൗണിന്റെ കൂടെ മാത്രമേ വരികയുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. സിംഗുലർ നൗണിന്റെ കൂടെ അത് നമുക്ക് നൗണിനെ തന്നെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ നമുക്ക് പറയാം, അത് നമുക്ക് ഇതിന്റെ താഴെ വരുന്ന ഒരു സംഗതി വരുമ്പോൾ ഞാൻ പറയാം, എന്നൂടി പറയുന്നത് കൗണ്ടബിൾ എന്ന് പറയും. രണ്ടാമത്തേത് അൺകൗണ്ടബിൾ എന്ന് പറയും. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും, എത്ര എണ്ണം ഉണ്ടെന്ന്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എണ്ണാൻ പറ്റില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നൗണിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കുന്നു, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഇപ്പൊ നമുക്ക് വാട്ടർ, വെള്ളം, അത് നൗണാണ്, പേരാണ്, പക്ഷെ നമുക്ക് അതിനെ എണ്ണാൻ പറ്റില്ല. അപ്പൊ അത് അൺകൗണ്ടബിൾ ആണ്. പക്ഷെ ബുക്സ്, ഫ്രണ്ട്സ്, മാംഗോ, ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണിന്റെ കൂടെ ആയിരിക്കും എ അല്ലെങ്കിൽ ആൻ വരുന്നത്. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയുടെ കൂടെ. യെസ്, അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു എന്ന് പറയുന്ന ഒരർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് വൗവൽ സൗണ്ട് നോക്കിയിട്ട് ആ വൗവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന ലെറ്റർ ആണെങ്കിൽ അവിടെ ആൻ ആയിരിക്കും വരിക, അല്ലാത്തതിന് എ ആയിരിക്കും വരിക. യെസ്, ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഞാനൊരു സെന്റൻസ് ഇവിടെ വെറുതെ പറയുന്നു. രമേശ് ഈസ് എ ബോയ്. അപ്പൊ രമേശ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ എടുത്തു. അപ്പൊ അതിന് കോമൺ, രമേശ് ഈസ് എ ബോയ്. ഓക്കെ, രമേശ് ആരാണ്? ഒരു ആൺകുട്ടിയാകും. എ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലൂടെ വന്നു. രമേശ് ഈസ് എ ബോയ്. രമേശ് ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, അപ്പൊ ഇവിടെ ഈ എ എന്നുള്ളത് മാറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിലെ പഠിച്ച ദി അവിടെ ഉപയോഗിക്കണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അത് ഞാനൊന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പർട്ടിക്കുലറൈസ് ചെയ്യാൻ വേണ്ടി, എടുത്തു പറയാൻ വേണ്ടി. ഇപ്പൊ രമേശ് ഈസ് എ ബോയ് എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ ദി ഉപയോഗിക്കുന്നത് നമുക്ക് പറയാം, രമേശ് ഈസ് ദ ബോയ്. ആ കുട്ടി who got first rank in NEET examination. നീറ്റ് എക്സാമിനേഷൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയതായ രമേശ്. കേട്ടാ, അവിടെ എ മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ദി ഉപയോഗിക്കുമ്പോൾ പർട്ടിക്കുലറൈസ് ചെയ്യും. യെസ്, കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നത്. രമേശ് ഈസ് എ ബോയ് എന്നുള്ളത് ആ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ മാറ്റിയിട്ട് അവിടെ ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞപ്പോൾ ആ രമേശിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. രമേശ് ഈസ് ദ ബോയ്. രമേശാണ് ആ കുട്ടി. എടുത്തു പറയുന്നത് who got the first rank in NEET examination. നീറ്റ് എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതായ കുട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. എന്റെ അച്ഛൻ ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പൊ നമുക്ക് പറയാം, മൈ ഫാദർ ബോട്ട്. ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. മൈ ഫാദർ ബോട്ട് എ ഫ്ലാറ്റ്. എന്റെ അച്ഛൻ എന്ത് വാങ്ങിച്ചു? ഒരു ഫ്ലാറ്റ്. മൈ ഫാദർ ബോട്ട്, വാങ്ങി. എന്ത്? എ ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പൊ ഞാനിവിടെ റാണിയോട് പറയുകയാണ്, ആ എ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ദി ആണെങ്കിൽ സെന്റൻസ് ഒന്ന് മാറ്റി നമുക്ക് എഴുതേണ്ടി വരും. അതൊന്ന് ദി വെച്ചൊന്ന് പറഞ്ഞു നോക്കിയ റാണി. സാറേ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ
ഓക്കെ യെസ് ആർക്കെങ്കിലും പറയാം. അവിടെ എ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ദി വെച്ച് അപർണ പറഞ്ഞു നോക്കിയേ. എ മാറ്റിയിട്ട് അവിടെ ദി വെക്കുകയാണ്. മൈ ഫാദർ ബോട്ട് ദി ഫ്ലാറ്റ് വിചാരിക്കുക. അപ്പൊ എങ്ങനെ മാറ്റി നമുക്ക് പിന്നെ? അപ്പൊ ആ ഫ്ലാറ്റിനെ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്യും, എടുത്ത് പറയും. പറയട്ടെ സാർ. ഒരു മിനിറ്റ്, അപർണ കഴിച്ചാണ്ട് വരാം. ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞ. This is the flat that my father bought. This is the flat which my father bought. ഓക്കെ അവിടെ നിൽക്കട്ടെ, കറക്റ്റ് ആണ്. ജിസ്ന പറഞ്ഞോളൂ. ജിസ്ന. അത് തന്നെയായിരുന്നു സാർ ഞാനും പറയാൻ വേണ്ടി വന്നത്. ദിസ് ഈസ് ദ ഫ്ലാറ്റ് വിച്ച് മൈ ഫാദർ ബോട്ട്. ബോട്ട്. ഓക്കെ അത് ഓക്കെ കറക്റ്റ് ആണ്. ദിസ് ഈസ് ദ ഫ്ലാറ്റ്, ഇതാണ് ആ ഫ്ലാറ്റ്. വിച്ച് മൈ ഫാദർ ബോട്ട്, എന്റെ അച്ഛൻ വാങ്ങിയതായ ഫ്ലാറ്റ് അത് ഇതാണ്. ഓക്കെ യെസ്. അതിന് നമുക്ക് വേറെ രീതിയിലും പറയാം. ദിസ് ഈസ് ദ ഫ്ലാറ്റ് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ്. എങ്ങനെയുള്ളത്? വളരെ എക്സ്പെൻസീവ് ആയ ഫ്ലാറ്റ് അത് ഇതാണ്. അപ്പുറത്ത് വേറെ ഉണ്ട്, അത് ഓർഡിനറി ഫ്ലാറ്റ് ആണ്. ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് ദ ഫ്ലാറ്റ് വിത്ത് 3 bedrooms. ഇതിനകത്ത് 3 bedroom ഉള്ള ഫ്ലാറ്റ് ഇതാണ്. അപ്പുറത്തുള്ളത് 2 bedroom ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ആയ ഒരു കാര്യം മനസ്സിലാക്കുക. എ ആൻഡ് എവിടെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം ഒരു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഒരു, അപ്പൊ സിംഗുലർ ആയിട്ടുള്ള എണ്ണുവാൻ പറ്റുന്ന നൗണിന്റെ കൂടെ വരികയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കി. ഓക്കെ, ഇനി ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ഒരു പ്രൊഫഷൻ പറയുന്നു. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ജോലി. ആ ജോലിയുടെ പേരിന്റെ മുന്നിൽ നമ്മളെപ്പോഴും ജോലിയുടെ പേര്, അതാണ് പ്രൊഫഷൻ, നെയിം ഓഫ് എ പ്രൊഫഷൻ. ആ പ്രൊഫഷന്റെ പേരിന്റെ മുന്നിൽ നമ്മളെപ്പോഴും ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടി, രശ്മി ബിയ ടീച്ചറായിട്ട് ജോലി കിട്ടി. അപ്പൊ നമ്മൾ എന്ത് പറയും? രശ്മി ഒരു ടീച്ചറാണ് എന്നുള്ളതിന് രശ്മി ഈസ് എ ടീച്ചർ. അതാ, അപ്പൊ നോക്കിയേ, ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ. ആ പ്രൊഫഷന്റെ മുന്നിൽ നമ്മൾ എന്ത് ആർട്ടിക്കിൾ ചേർക്കുകയാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരികയാണ്. രശ്മി ഈസ് എ ടീച്ചർ. രശ്മി ടീച്ചർ അല്ല ആയത്, രശ്മി ആയത് എഞ്ചിനീയറാണ്. അപ്പോ നമ്മൾ എന്ത് പറയുന്നു? രശ്മി ഈസ് ആൻ എഞ്ചിനീയർ. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഈലാണ് ആരംഭിക്കുന്നത്. അപ്പൊ എ എന്നുള്ളതിന് പകരം വവൽ സൗണ്ട് വന്നുകൊണ്ട് അവിടെ ആനായി. രശ്മി ഈസ് ആൻ എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെയിം ഓഫ് എ പ്രൊഫഷൻ, ഒരു ജോലിയുടെ മുന്നിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്നു. യെസ്. ഇനി ഞാനൊരു സെന്റൻസ് പറയുകയാണ്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. അപ്പൊ നവമിയോടാണ് ഞാൻ ചോദിക്കുന്നത്. നവമി, ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? 2 സുഹൃത്തുക്കളുണ്ട്. ഫ്യൂ അല്ല, ഫ്യൂ, FPW, ഫ്യൂ. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളൂ. യെസ്. അപ്പൊ നമ്മളെ ഈ ഗ്രാമറിൽ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ശരി, ഇപ്പൊ നവമി പറഞ്ഞ അഭിപ്രായത്തോട് വേറെ രീതിയിലെ അഭിപ്രായങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ അവസരം. സുഹൃത്തുക്കളെ വേണം എന്ന്. വേണം, സുഹൃത്തുക്കളില്ല, സുഹൃത്തുക്കൾ വേണം എന്നാണ് രശ്മി പറഞ്ഞത്. നവമിന്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, പറഞ്ഞു. സാർ, ഫ്യൂ എന്ന് പറയുമ്പോ കുറച്ച് ഫ്രണ്ട്സ്, ഫ്യൂ ആകുമ്പോഴാണ് ഒട്ടും ഇല്ലാത്തത്. ഫ്യൂ ഫ്രണ്ട്സ് ആകുമ്പോഴാണ് നോ ഫ്രണ്ട്സ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, അത് തിരിഞ്ഞു പോയി കേട്ടാ. ഫ്യൂ ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി മാത്രമേ ഉള്ളൂ കേട്ടാ. ഓക്കെ, തിരിഞ്ഞു പോയി. ഓക്കെ, കറക്റ്റ്. അതാണ് ഞാൻ ഫ്യൂ എന്ന് പറഞ്ഞ വാക്കോടെ വന്നതുകൊണ്ടാണ് ഞാൻ ഒരു ചാൻസ് തന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് കേട്ട മിസ്റ്റേക്ക് ആണ് സാർ. ഞാൻ കേട്ട 2 എന്നാണ് കേട്ടത്.
വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന വേർഡ് ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും കുറച്ച് എന്ന് പറയും. ഇനി എണ്ണാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ കുറച്ച് എണ്ണം ഉള്ളെങ്കിൽ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. നേരെ മറിച്ച് എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ കുറച്ച് എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ലിറ്റിൽ എന്ന് ഉപയോഗിക്കും. ഫ്യൂ വാട്ടർ എന്ന് പറയില്ല, തെറ്റാണത്. ലിറ്റിൽ വാട്ടർ. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് ബേസിൻ. ആ ബേസിനും ലിറ്റിൽ വാട്ടർ ഉണ്ടാവും. അപ്പൊ വാട്ടർ നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ, അപ്പൊ ലിറ്റിൽ വാട്ടർ എന്ന് പറയാം. ഫ്രണ്ട്സ് നമുക്ക് എണ്ണാം, ബുക്ക് നമുക്ക് എണ്ണാം. അപ്പൊ അവിടെ ഫ്യൂ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഫ്യൂ എന്ന് പറയുന്ന വേർഡും ലിറ്റിൽ എന്ന് പറയുന്ന വേർഡും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കാം. രണ്ടും ഉപയോഗിക്കുന്നത്, ഒന്ന് എണ്ണാൻ പറ്റുന്നതിന്റെ കൂടെയും ഒന്ന് എണ്ണാൻ പറ്റാത്തതിന്റെ കൂടെയും. ഈ വേറൊരു കാര്യം മനസ്സിലാക്കാം. നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അവിടെ നമ്മൾ പറയും ഒരു സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഒരു സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മയുണ്ടാവും. അപ്പൊ ഒരു സെന്റൻസ് നെഗറ്റീവ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് അതിൻ്റെ അകത്ത് നോട്ട്, നെവർ എന്ന് പറയുന്ന വാക്കുകൾ ഉണ്ടോന്നോ. അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് നമുക്കറിയാം. നോട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്, അപ്പൊ നെഗറ്റീവ് ആണ്. നെവർ എന്നൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എൻ ആണ്, അവിടെ നമ്മൾ വിചാരിക്കും അത് നെഗറ്റീവ് ആണ്. മനസ്സിലാക്കിയിരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആണെന്ന് തോന്നില്ല. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണത്. നെഗറ്റീവ്. ഫ്യൂ എന്ന് പറയുന്ന വേർഡ് ഓൾമോസ്റ്റ് നത്തിങ് എന്ന് പറയുന്ന അർത്ഥമാണ് ഫ്യൂ എന്ന് പറയുന്നത്. എനിക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നിങ്ങളപ്പോ ചിന്തിക്കും, എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിൽ ഞാൻ എങ്ങനെ പറയണം ഫ്യൂ വെച്ചിട്ട്? അവിടെ ആ ഫ്യൂ എന്നുള്ളതിന് തൊട്ടിപ്പുറത്ത് നേരത്തെ നവമി പറഞ്ഞ ഒരു എ എന്ന് കൂടി ചേർന്നു. ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. അപ്പോഴാണ് എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റും. ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് ബേസൺ. ആ ബേസിനിൽ വെള്ളമില്ല എന്നാണ്. നേരെ മറിച്ച് ആ ബേസിനിൽ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് ബേസ്. എ ലിറ്റിൽ എന്ന് പറയാം. അപ്പോ എ ഫ്യൂ എന്ന് പറയുന്നതും എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ അല്ലേ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ പെട്ടതല്ലേ. എ ലിറ്റിൽ എന്ന് പറയുന്നതും കുറച്ച് എന്ന് പറയുന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് മറക്കാതിരിക്കുക. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നെഗറ്റീവ് വേർഡുകളാണ്. ഓൾമോസ്റ്റ് നത്തിങ്, ഇല്ല എന്നർത്ഥം വരുന്ന നെഗറ്റീവ് വേർഡുകളാണ്. സാറേ, there is a little water in that basin എന്ന് പറഞ്ഞാൽ വെള്ളം അതിലില്ല എന്നല്ലേ? ഓൾമോസ്റ്റ് നത്തിങ്, ഇല്ലാന്ന്. അപ്പൊ എന്ത് പറയാം? എ ലിറ്റിൽ പറയാം. എ ലിറ്റിൽ എന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവ് ആയി. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയി തന്നെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ അകത്ത് ലിറ്റിൽ ആണെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവും, എ ലിറ്റിൽ ആണെങ്കിൽ അത് പോസിറ്റീവും. അപ്പോ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡാണെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് ആക്കണം, എ ലിറ്റിൽ ആണെങ്കിൽ അത് നെഗറ്റീവ് ആക്കണം. അതുപോലെ തന്നെ ഫ്യൂവും എ ഫ്യൂ. ഓക്കെ. അപ്പൊ പ്രൊഫഷന്റെ കൂടെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു, ഒരു എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞു കുറച്ച് എന്നർത്ഥം വരുന്ന എ ഫ്യൂ എ ലിറ്റിൽ എന്നുള്ളതിന്റെ കൂടെ നമ്മളത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് പറയാം ചില കാര്യങ്ങൾ നമ്മളൊരു എക്സ്ക്ലമേറ്ററി ആയിട്ട് നമ്മൾ പറയില്ലേ. അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ താഴെ നിന്ന് നിൽക്കുകയാണ്. അത് നിന്നിട്ട് മുകളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് വീണ് കണ്ടു കഴിഞ്ഞപ്പോ ജിസ്ന പറയുന്നു, എന്തൊരു വെള്ളച്ചാട്ടം. ഇംഗ്ലീഷിൽ പറഞ്ഞു, എന്തൊരു മനോഹരമായ വെള്ളച്ചാട്ടം. ഇംഗ്ലീഷിൽ പറഞ്ഞു ജിസ്ന. What a beautiful waterfall. വാട്ട് എ, അല്ല അവിടെ ഒരു എ കയറി വന്നാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾസ്. എന്തൊരു എന്തൊരു ഉണ്ടാകും. ആ ഒരു എന്നൊരു സാധനം വന്നപ്പോ അവിടെ എന്ത് വന്നു? വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾസ്. ഇനി സുന്ദരിയായ ഒരു പെൺകുട്ടി കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി ഷീ ഈസ്. അത്ര നമ്മൾ പറഞ്ഞില്ലെങ്കിലും വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി എന്ന് നമുക്ക് പറയാം. അനില, അപ്പൊ നമ്മള് ഒരു
സുന്ദരനായ ഒരു ആൺകുട്ടി പോണ കാണുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ ബോയ്. കുഴപ്പമുണ്ടായില്ല? അനില Yes, sir. എന്ത് പറയുന്നു? ഒരു സുന്ദരിയായ പെൺകുട്ടി പോണ കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി. ആ സുന്ദരിയായ ഒരു ആൺകൊച്ചു പോണ കണ്ടപ്പോ നമ്മൾ പറയുന്നു വാട്ട് എ ബ്യൂട്ടിഫുൾ ബോയ്. എനി പ്രോബ്ലം? What a beautiful boy. ഇല്ല, അവൻ അറിയില്ല സർ. പറഞ്ഞു ദീപ, കറക്റ്റ് ആണ് പറഞ്ഞത്. ഹാൻസം ബോയ്, ഹാൻസം മാൻ അല്ലെ ഹാൻസം ബോയ്. ഹാൻസം എന്ന് പറയും. പെൺകുട്ടികളാണ് സുന്ദരിയെങ്കിൽ മാത്രമേ ബ്യൂട്ടിഫുൾ വരുള്ളൂ. ആൺകുട്ടികളുടെ കൂടെ ബ്യൂട്ടിഫുൾ ഉപയോഗിക്കാറില്ല. ആൺകുട്ടികളുടെ കൂടെ എന്ത് ഉപയോഗിക്കണം? ഹാൻസം എന്ന് ഉപയോഗിക്കണം കേട്ടോ. ബ്യൂട്ടിഫുൾ ബോയ് എന്ന് പറയുന്നത് ഹാൻസം ബോയ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ആ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. വാട്ട് എ ഹാൻസം ബോയ്. ഹാൻസം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ രണ്ടായിട്ട് വിഭജിച്ചതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത്. ഇന്ന് നമ്മൾ പറഞ്ഞ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വരും, ആൻ വരും. എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അത് ഒരു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യെസ്. ഇനി രശ്മി വി ആർ. രശ്മി, ഓക്കെ. രശ്മി, HOUR, അവർ. HOUR, അതിന് മുന്നിൽ എ അവർ എന്ന് വരും. HOUR, മണിക്കൂർ. മണിക്കൂർ എന്ന് പറയില്ലേ? അതിന് മുന്നിൽ എ അവർ, ആൻ അവർ. എ അവർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എച്ച് വവൽസ് അതാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്. രശ്മി വളരെ ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് രശ്മി എന്ത് ചിന്തിച്ചു? പറയും കാരണം എച്ച് എന്നുള്ളത് അവിടെ പ്രൊനൗൺസ് ചെയ്യണം. ആ എച്ച് അവിടെ ഇല്ലാന്ന് വിചാരിക്കും. അതില്ല, ബാക്കിയുള്ളത് പറഞ്ഞു. ആ രീതിയിലാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ വാക്കല്ല, ആ വാക്കിന്റെ സൗണ്ടാണ്. എല്ലായ്പ്പോഴും ഒരു വാക്കത് വന്നത് കൊണ്ട് അത് അവിടെ വരണമെന്നില്ല. ചിലപ്പോ വൗവൽ സൗണ്ടിൽ പെടാത്ത വാക്കുകളായിരിക്കും അവിടെ വരിക. പക്ഷെ ആൻ അവർ ആണ് കറക്റ്റ്. ആൻ അവർ. യെസ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക വൗവൽസ് എവിടെ വരുമെന്ന്, ഈ ആൻ എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് AEIOU എന്ന് പറയുന്ന വൗവൽസ് അക്ഷരങ്ങൾ മാത്രമല്ല വൗവൽ സൗണ്ടിലാണ്. യെസ്. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. യെസ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയാം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വിഷയം പറഞ്ഞല്ലേ ജസ്ന? യെസ് സർ. യെസ്. ആ ജസ്നയുടെ ആ SRൽ അറിയാം ജസ്ന ഈ സ്റ്റഡി. അപ്പൊ ഞാൻ നിങ്ങളോട് അതല്ല സാർ, അതിനു മുന്നേ സാർ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു ഇന്റർവ്യൂവിന് ചെന്നപ്പം 2+2 എത്രയാണ് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. യെസ്. അത് ശരിയാണ്, ഞാൻ പറഞ്ഞാണ്. ഓക്കെ ഓക്കെ. യെസ്. അതെ, പല ക്ലാസ്സുകൾ എടുക്കുമ്പോ എവിടെയാണ് ഏതാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിട്ടു. അതുകൊണ്ട് പേരിലാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. യെസ്. അതായത് അതൊരു സിമ്പിളായ ഒരു ടാലന്റിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നത്. അപ്പോ MBA പാസ്സായ വിദ്യാർത്ഥികളെ കാൻഡിഡേറ്റിനെ വിളിച്ചിരിക്കുകയാണ്. ചോദ്യം ഇതാണ്. അപ്പൊ അതിന്റെ കമ്പനിയുടെ ഓണർ, ആ ഓണർ ചോദിച്ച ചോദ്യം, കാരണം 1 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോ പുള്ളിയോട് ചോദിച്ചു 2+2 = അപ്പോ പഞ്ചാബിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു 4. യെസ്. അടുത്ത ആളോട് ചോദിച്ചു, അടുത്ത സംസ്ഥാനത്ത് നിന്ന് വന്ന ആളോട് ചോദിച്ചു. അപ്പൊ അയാളും പറഞ്ഞു 2+2 = 4. അടുത്ത ആളോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹവും അത് തന്നെ പറഞ്ഞു 2+2 = 4. ഇനി കേരളത്തിൽ വന്നിട്ട് നിന്നുള്ള ആളോട് ചോദിച്ചു 2+2 =
അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വേറെ. അദ്ദേഹം പറഞ്ഞു, എത്രയാക്കണം? 10 ആക്കണോ? 10 ആക്കി തരാം. 5 ആക്കണോ? 5 ആക്കി തരാം. ഇനി 2 + 2 = 1 ആക്കണോ? 1 ആക്കി തരാം. അതിട്ട് ഹീസ് അപ്പോയിന്റഡ്. കാരണം ഇദ്ദേഹത്തിന്റെ കമ്പനിയെ ലാഭത്തിൽ കാണിക്കേണ്ടി വരും, ചിലപ്പോൾ നഷ്ടത്തിൽ കാണിക്കേണ്ടി വരും. ഇപ്പൊ നമുക്കറിയാം ചില സ്ഥാപനങ്ങൾ കണക്കിൽ നഷ്ടമായിരിക്കും. അതാണ് അവർ പ്രസന്റ് ചെയ്യുന്ന കണക്ക്. പക്ഷെ ആക്ച്വലി അത് ലാഭത്തിലായിരിക്കും. കണക്കുകൾ കൊണ്ട് അവരത് നഷ്ടത്തിൽ കാണിക്കും, പക്ഷെ ആക്ച്വലി അത് ലാഭമായിരിക്കും. അപ്പൊ അതനുസരിച്ചുള്ള ടാക്സ് ഒരുപാട് കാര്യങ്ങളിൽ അത് വെട്ടിപ്പെടുത്താൻ വേണ്ടി ഉപകാരപ്രദമാകും. അതിനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളിലും ബ്രില്യന്റ് ആയിട്ടുള്ള CA-ക്കാരെ വരുന്നത്, ചാർട്ടേഡ് അക്കൗണ്ട്. അവരാണ് അതിന്റെ മിടുക്കന്മാരുകളാണ്. നമ്മുടെ എന്റർപ്രനർ, അതായത് ഈ കമ്പനിയുടെ ഉടമസ്ഥനെ എന്താണോ പറയുന്നത് ആ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്താണോ നമ്മുടെ എന്റർപ്രനർ നമുക്ക് തൊഴിൽ തരുന്ന ആളിന്റെ ആവശ്യം, ആ ആവശ്യം അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ മാറ്റാൻ നമ്മൾ കഴിവുള്ളവരായിട്ട് മാറി. യെസ്. അത് ഞാനൊരു സന്ദർഭോചിതമായിട്ട് അത് പറഞ്ഞതാണ്. യെസ്. വീണ്ടും വേറെ വേറെ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്. ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ ഇന്ന് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ഐ പ്രിഫർ വാട്ട്, ഞാൻ എന്താണോ പ്രിഫർ ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് നിങ്ങളിന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ജിസ്നയാണ് എന്തും ആരംഭിക്കാൻ നല്ലതെന്ന് തോന്നുന്നു. കാരണം ജിസ്നയ്ക്ക് നല്ല ഐശ്വര്യമുള്ളതാണ്. ജിസ്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ബാക്കിയുള്ള കുറെ പേര് വരുന്നുണ്ട്. അല്ലെങ്കിൽ ജിസ്ന തന്നെ അവരോട് പറയുമല്ലോ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിസ്ന തന്നെ പറഞ്ഞോളൂ. Thank you, sir. Yes. And I prefer love marriage. Yes. Because in love marriage, they have a strong understanding before marriage. Yes. Okay. And also have an attraction Yes. already present in love marriage. Yes. And also an emotional intimacy Yes. in love marriage. Yes. And they have a strong bond and friendship in love marriage. Yes. And already they know that the positive side and negative side of each others. Yes. Mutual understanding with each other. Yes. Yes. And they have more independence in decision making within Yes. the marriage. Yes. So I prefer love marriage. Yes. Okay. 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 ജിസ്ന, okay. Very good. Very good. അത് രസകരമായിട്ട് ജിസ്ന പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് Thank you, പറഞ്ഞു. sir. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. എന്തുകൊണ്ട് ജിസ്ന ലവ് മാരേജിനെ പ്രിഫർ ചെയ്യുന്നു? ഇനി അടുത്തത് ആരാണെന്ന് സാറേ ഞാനത് പറയാം. ഞാൻ ജിസ്ന വഴി തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. യെസ്. ഇനിയിപ്പോ ഇന്നലെ ഇല്ലാതിരുന്നവർക്കും പറയാട്ടോ, നിങ്ങൾ ഏതെങ്കിലും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, പ്രിപ്പറേഷൻ ഒന്നും ഇതിന് വേണ്ട, നമ്മളത് പറയുന്നു. യെസ്. ഓക്കെ. ചിലത് പരീക്ഷയ്ക്ക് നമ്മൾ ഒന്നും പഠിക്കാണ്ട് പോയി കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് തോന്നില്ല കൊള്ളാട്ടല്ല, ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല, പക്ഷെ എഴുതി. ചിലത് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോകും. എന്നാലും പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, പഠിച്ചതുപോലെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് നമുക്ക് തോന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളൊന്നും ഇതൊന്നും മനസ്സിലാക്കി വെക്കുക എന്നങ്ങോട്ട് പറയുന്നു. യെസ്. ആരാണ് അപ്പൊ അടുത്ത് പറയുന്നത്? റാണി, ആർ യു റെഡി? എനിക്ക് അധികമൊന്നും പറയാറില്ല, എനിക്ക് ഇംഗ്ലീഷിലും പറയാറില്ല. പറഞ്ഞോ, നമുക്ക് ബാക്കി സപ്പോർട്ട് ചെയ്യാം. എന്തിനാ പേടിക്കും? മലയാളത്തിലും സാറേ. റാണിക്ക് അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറയുമല്ലോ, അത് ഞങ്ങൾ മലയാളത്തിൽ പറയാന്ന് പറയും. റാണിക്ക് അവസരം തരാം, പേടിക്കണം. ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞു, മലയാളത്തിൽ പറയാൻ അവസരം തരാം ലാസ്റ്റ്. യെസ്. അയ്യോ, ഞാനിപ്പോ റെഡിയല്ല സാറേ. പ്രിപ്പയർ ചെയ്തു. റെഡി ആയിക്കോ. ദീപ മനോജ്. ഓക്കെ. ദീപ മനോജ് പറഞ്ഞു. റെഡി ആയിക്കോളൂ. സാറ് പറഞ്ഞോളൂ. എനിക്ക് റാണി പറഞ്ഞാൽ അത്ര നന്നായിട്ട് അറിയില്ല, എന്നാലും ഞാൻ
ശ്രമിക്കാം. ഓക്കെ, ശ്രമിക്കാം. That is അത് വളരെ പോസിറ്റീവ് സൈഡ്. Yes. I prefer love marriage. Yes. Because Because love marriage is better understanding yes. And better understanding, emotional connection, Yes. Personal freedom. Yes. പിന്നെന്താ, couples often share similar values and Yes. goals. കറക്റ്റ് പോയിന്റുകളാണ് പറയുന്നത്. ഓക്കെ, സിമിലർ വാല്യൂസ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ബെറ്റർ ഇമോഷൻ. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. Personal freedom. Yes. Individuals have the freedom Yes. to choose life partner. Yes. എനിക്ക് അങ്ങനെയൊക്കെ പറയാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉള്ളില് ഉണ്ട് സാർ, എനിക്ക് ഇങ്ങനെ പറയാൻ അത്ര അങ്ങോട്ട്. ഓക്കെ, ഓക്കെ 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 ദീപ, കുഴപ്പമില്ല പറഞ്ഞ അത്രയും കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി താങ്ക് യു ഗുഡ്. സാർ, താങ്ക് യു. എനിക്കിങ്ങനെ പറയാൻ ഭയങ്കര പേടിയാ, ഉള്ളിലുണ്ട് പറയണമെന്നുള്ള ഒരു ആരെ പേടിക്കുന്നത്? നമ്മളിവിടെ ആകെ 16 പേരുള്ളൂ. പേടിയല്ല, പേടിയെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തോ ആ സമയത്തൊന്നും ഇങ്ങോട്ട് വരത്തില്ല, ഭയങ്കരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത. ഒരു ടെൻഷൻ സ്വാഭാവികമായ സംഗതിയാണ്, അത് പേടിക്കണ്ട. അത് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. വേണ്ട ആളുകളല്ലേ. യെസ്, ഓക്കെ. അപ്പൊ ഇനി അടുത്ത കാര്യം പറയുന്നത് അനില. വെരി ഗുഡ് അനില. ഞാൻ പറയാം എന്ന് പറയാൻ കാണിച്ച മനസ്സിന് ആദ്യത്തെ അഭിനന്ദനം. ഓക്കെ, അപ്പോഴൊക്കെ അടുത്ത ആൾ സാറേ മിസ്റ്റേക്ക് ഉണ്ടാവും ട്ടോ. അതൊന്നും കുഴപ്പമില്ല അനില, ഡോണ്ട് വറി. മിസ്റ്റേക്ക് ഒക്കെ ലൈഫ്. Sir, I prefer love marriage Yes. because we can understand our partner character before marriage. യെസ്, ഓക്കെ. Then we can get a lot of time to mutual understanding. യെസ്, അത് ആരും പറയാത്തൊരു പോയിന്റാണ് അനില പറഞ്ഞത്. പിന്നെ then they have a good bonding each other. ശരിയാണെന്ന് പിന്നെ they can lead her life very successfully യെസ്. because my love marriage. Yes. Okay. Thank you, Yes. sir. Okay. I speak about with my own experience. Okay. Yes, sir. Okay. സുബിത പറഞ്ഞോളൂ. സുബിത. I prefer arranged marriage. Yes. ഇപ്പൊ പറഞ്ഞോളൂ. I prefer arranged marriage. Why? Arranged marriage. Arranged. In the marriage life, we face any difficult situation. Our parents support us. Yes. But love marriage, our parents not support us. Yes. Okay. Many divorce take place in the love marriage other than arranged marriage. Oh yes, very good. Correct point. Yes. In love marriage, before love, they express only their love and better side. But Yes. after marriage, they face a real situation and a real life. Yes. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ. സുബിതയ്ക്ക് ഈ വിഷയം അറിയാവുന്ന വിഷയം അല്ല. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. വെരി ഗുഡ്. സുബിത. അപ്പൊ എനിക്ക് തോന്നുന്നേ 2-3 പേര് ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോ സുബിയുടെ മനസ്സ് ഇങ്ങനെ പറയാണ്ട് പറ്റില്ല, അതങ്ങോട്ട് ത്രസിച്ചു വന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ആരാണ് പറയണത്? ഓക്കെ, പറഞ്ഞു രശ്മി. I prefer arranged marriage. വീണ്ടും അറേഞ്ച്ഡ് മാരേജ് ആണ്. My marriage is arranged marriage. Then because arranged marriage have some benefits like family support, then lots of financially problems, and our parents finding a partner, then long-term commitment, and create a bond between two families. Yes. Also potentially lower divorce rate.
Then all problems are easy to solve. യെസ്. ഓക്കെ രശ്മി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, വെരി ക്ലിയർ ആയിട്ട് രശ്മി പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരാണ് പറയുന്നത്? നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ, പറഞ്ഞോളൂ. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. യെസ്, അപർണ, രാജേശ്വരി, രാജലക്ഷ്മി. യെസ്, വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് യു പ്രിഫർ? ജിസ്ന, നമുക്കിപ്പോ ജിസ്ന ഉൾപ്പെടെ 5 പേരായിട്ടുള്ളൂ. എല്ലാരും പറയൂട്ടോ, വേഗം പറ. യെസ്, നവമി പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ നവമി ഒന്ന് വെയിറ്റ് ചെയ്യും. ശുഭ കഴിഞ്ഞതിന് ശേഷം നവമിയിലോട്ട് വരും. ഓക്കെ, ശുഭ പറഞ്ഞു. I prefer arranged marriage because the strong family support, low rate of divorce, strong financial security, social support, community support, cultural and religious compatibility, low expectations. Yes, low expectation. Very good. Yes. വെരി ഗുഡ് വെരി ഗുഡ്. അതൊക്കെ വളരെ എന്താ പറയാ, വളരെ രസകരമായിട്ടാണല്ലോ പറഞ്ഞത്. ലോ എക്സ്പെക്ടേഷൻ, നമ്മൾ അമിതമായ പ്രതീക്ഷ വെച്ച് പോകുമ്പോൾ ആ പ്രതീക്ഷയുടെ ലെവലിലോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് വളരെയധികം സങ്കടം തോന്നും. അപ്പൊ നമുക്ക് പ്രതീക്ഷകളില്ല, അല്ലേ? യെസ്, ലോ എക്സ്പെക്ടേഷൻ. പക്ഷെ ചിലപ്പോ ഇപ്പൊ നമുക്കറിയാം, അതെ, ഇപ്പൊ എനിക്കറിയാവുന്നൊരു കുടുംബം, ഇത്രയും തല്ലിപ്പൊളിയായിട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട് വളരെ ഗുണ്ടായുസും തല്ലിപ്പൊളിയായിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആ മനുഷ്യനെ വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ മനസ്സുകൊണ്ട്, ഞാനിവിടെ കുറെ പേര് പോകും ആ പെൺകുട്ടിയുടെ ദുരിതം, കാരണം ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും. പക്ഷേ അതോടുകൂടി ആ മനുഷ്യൻ നന്നായി, പഴയ എല്ലാ സ്വഭാവങ്ങളും മാറി, നന്നായി ആ മനുഷ്യൻ. അപ്പോ നന്നായി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടർ ആ പെൺകുട്ടിക്ക് ഉണ്ട് കേട്ടോ. യെസ്, അത് ആ മനുഷ്യനെ പഴയതിൽ നിന്ന് മാറ്റി റെഡിയാക്കി എടുത്തു. യെസ്, ഓക്കെ. അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ലോ എക്സ്പെക്ടേഷൻ. ഓക്കെ, ശുഭ. നവമിക്ക് നമുക്ക് വളരെ ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് നവമിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറയൂ നവമി. പറയട്ടെ സാർ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങൾ നമ്മളെ ശുഭ പറഞ്ഞു, എന്നാലും ബാലൻസ് പറയാം. ഓക്കെ ഓക്കെ, അതിൽ കൂട്ടി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. I prefer arranged marriage. Yes. Because the support from parents, society, etc. Get. Yes. Okay. Then for the success of life, love and arranged, there is so much expectation that as Shubha said. Yes. When we accepted he or she, the partner, yes, how he is or how she is, yes, that must be the basic of every marriage. Okay. My language is very poor. പക്ഷെ നാം ഉദ്ദേശിച്ചത് പിടികിട്ടില്ലേ ഞങ്ങൾക്ക്, ഇല്ലേ? മനസ്സിലാവുന്നത് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുക, അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, കുറവുകൾ ഉണ്ടാവും, ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കുക. ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലായി. For the success of all love marriage or arranged marriage, we will accept the family members. Yes. As like our brother or sister. No, our family members. Yes. As like our family members. Not like Ammari or Ammavan. Yes, okay. Okay, sir. ഞാൻ ഇത്രേ പറയുന്നു. Yes. Okay, Naomi. Very good. Okay. ഇനി ആരാണ് പറയുന്നത്? സാർ, എനിക്ക് പറ്റുന്നത് പറയാമേ, കുറച്ച് മാത്രം. ഓക്കെ. റാണിക്ക് അവസരം തരാം എന്ന് വിചാരിച്ചിരിക്കല്ലോ, ഞാൻ വിചാരിച്ചിട്ടുണ്ട്. റാണി റെഡി ആയിക്കോട്ടെ. യെസ്, റാണിക്ക് അവസരം തരാം. ഓക്കെ, റാണി വീണ്ടും വരാം. ഓക്കെ, റാണി അവിടെ വെയിറ്റ് ചെയ്യും, ഒരു മിനിറ്റ്, അന്നുകൂടെ ചെയ്യിക്കോ. യെസ്, ഇനി ആരാണ്? ജാൻസി ആന്റണി, സുബിത, ഷബീന. യെസ്, പറഞ്ഞു ജാൻസി പറഞ്ഞു. ജാൻസി പറയും.
I prefer arranged marriage because the two family support will be with them throughout their life. Yes. Acceptance. Whatever situation they face, they will accept. Yes. Okay, very good, Jansi, very good. But Jansi also prefer arranged marriage. Okay. Aparna, are you ready? Yes. Sir, I prefer love marriage with parent support. Love marriage with parent support. Okay, variety and Aparna. Aparna പറയുന്നു love marriage മതി പക്ഷേ with parent support. Okay. Yes. Because if someone can accept us with our നമ്മുടെ കുറ്റങ്ങൾ കുറവുകൾ ഒക്കെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഓൾസോ ഫാമിലീസിലും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള അങ്ങനെ ഒരാളെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഐ പ്രിഫർ ദാറ്റ്. Yes. Okay. Yes. Okay. Very good. Okay. Aparna variety ആണ് പിടിച്ചത്. She prefers love marriage, but with the consent of the parents. Okay. Very good. Yes. ഇനി ആരാണ്? ഓക്കെ, രാജേശ്വരി പറഞ്ഞു. ഞാനും ഇത്ര നേരം അതാ പറയാതിരുന്നത്, കാരണം എന്റെയും ലവ് പ്ലസ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഓക്കെ. യെസ്. അപ്പോ രാജേശ്വരി ആൾസോ സപ്പോർട്ട് എടുത്ത് അപർണാസ് വ്യൂ. ഓക്കെ. യെസ്. ഇനി ആരാണ്? രാജലക്ഷ്മി, ഷബീന, യെസ്. ഞാനെങ്കിലും പറഞ്ഞോളൂ ഷബീനൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരുപാട് ജീവിതാനുഭവം. അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ. Arranged marriage, family members and cousins, any other persons help me in any problems. Okay. അപ്പൊ ഷബീന പറയുന്നത് the family members will support. Okay. അപ്പൊ she also prefer arranged marriage. Okay. ഇനി ഞാൻ റാണിയിലേക്ക് വരികയാണ്. അപ്പൊ റാണി കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിച്ചോ, പിന്നെ കുറച്ച് മലയാളവും മലയാളത്തിലും പറഞ്ഞു. റാണിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് എന്താണെന്നുള്ളത്. I prefer love marriage because mutual understanding is possible in love marriage. Both of them convey our opinions. Yes. We can solve family problems or other problems together. Yes. Because we know each other well. Yes. We can share our sorrows and happiness together. Yes. പക്ഷെ ഇനി മലയാളത്തില് പറഞ്ഞോട്ടെ. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, മുന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അറേഞ്ച് മാരേജ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറേഞ്ച് മാരേജിൽ കുറച്ച് എന്താ പറയാ, നമുക്കിപ്പോ ലവ് മാരേജ് ആകുമ്പോ മനസ്സിലാവില്ല, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോറി സർ, തെറ്റിപ്പോയി. അറേഞ്ച് മാരേജിൽ നമുക്ക് ഇപ്പൊ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. ലവ് മാരേജ് ആകുമ്പോൾ നമുക്ക് പരസ്പരം എല്ലാം മനസ്സിലാക്കാൻ, രണ്ടുപേരെയും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. വെരി ഗുഡ് റാണി. അപ്പൊ ഇവിടെ നമ്മുടെ ചർച്ചയില് ജിൻസ ഉണ്ടായിരുന്നു, ദീപ ഉണ്ടായിരുന്നു, അനില ഉണ്ടായിരുന്നു, സുബിത, രശ്മി, ശുഭ, നവമി, ജാൻസി, അപർണ, രാജേശ്വരി, ഷബീന, ഇത്രയും പേര് സംസാരിച്ചു. അതില് ജിൻസയും ദീപയും അനിലയും ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അപർണയും രാജേശ്വരിയും ലവ് മാരേജ് വിത്ത് കൺസെന്റ് ഓഫ് ദി പാരന്റ്സ് എന്ന് പറഞ്ഞു. രശ്മിയും ശുഭയും നവമിയും ജാൻസിയും സുബിതയും ഷബീനയും സൂചിപ്പിച്ചത്, റാണിയെ സൂചിപ്പിച്ചത്
സൂചിപ്പിച്ചത് അറേഞ്ച്ഡ് മാരേജിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. രണ്ട് വിഭാഗത്തിനും അതിൻ്റെതായ പറഞ്ഞതും ലവ് മാരേജ് മീൻസ് ഞാൻ പറഞ്ഞതും അത് പേരന്റ് സപ്പോർട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ടിനും നമുക്ക് പറയാം. അതായത് രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട് അല്ലെ. നേരത്തെ നവമി പറഞ്ഞതുപോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഈ ഇപ്പോഴുള്ള തലമുറയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ, ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ സ്നേഹം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ വളരെ പ്രാക്ടിക്കൽ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ അവരെ വില കുറച്ച് കാണാൻ പറ്റില്ല. അവര് വേറൊരു ലെവലാണ്. നമ്മൾ വിചാരിക്കുക അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ലെവലിലാണ് വരുന്നത്. പണ്ട് തോന്നിയിരുന്ന ഒരു റൊമാൻറ്റിക് ഇഷ്ടത്തെക്കാൾ കൂടുതലായിട്ട് അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം എങ്ങനെയാവും എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ചിന്താഗതിയിലോട്ടാണ് കുട്ടികൾ ഇന്ന് വരുന്നത്. അതാണ് ഇന്നത്തെ ലവും പഴയ ലവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നേരത്തെ റാണി ആ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഓക്കെ അത് കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ വിശ്വസിക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു വാചകങ്ങളും നിങ്ങൾ വളരെ ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അതെനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, നമുക്ക് എപ്പോഴും അഭിപ്രായം വേണം. എങ്കിലല്ലേ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുള്ളൂ. നമുക്ക് ഒരു വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്, ഇന്നതാണ് ശരി. അപ്പൊ എന്റെ ശരിക്ക് പിന്നീടുള്ള കാരണങ്ങൾ ഇന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾ മിടുക്കികളാണ് എന്ന് പറയുന്നത്. ഞാൻ പഴയൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജയറാമിന്റെ ഭാര്യ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അത് വിവാഹിതരെ ഇതിലെ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ അതിനകത്ത് പറയുന്ന ഒരു വാചകം എപ്പോഴും ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ചില വിവാഹത്തിന്റെ കൂടെ ഉള്ള ആളുകള് വിവാഹിതയായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ സെൻഡ് ഓഫ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആ സെന്റൻസ് എടുക്കാറുണ്ട്. വാചകം ഇതാണ്: ലോകത്തൊരു പുരുഷനും, അത് ബാലചന്ദ്രൻ മേനോൻ പറയുന്ന ഒരു ഡയലോഗാണ്, ലോകത്തൊരു പുരുഷനും അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ ഭാര്യയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ലോകത്തൊരു സ്ത്രീക്കും അവളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ ഭർത്താവുമായിട്ട് ലഭിച്ചിട്ടില്ല. ഭാര്യ ഭർത്ത ജീവിതത്തിൽ അവിടെ ഉണ്ടാവുന്നത് ഒരു പരസ്പര സഹകരണവും ഒരു അഡ്ജസ്റ്റ്മെന്റും ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ്. ഏതാണ്ട് നവമി നേരത്തെ പറഞ്ഞ അതേ വാചകം തന്നെ, അതേ അർത്ഥത്തിലുള്ള വാചകം തന്നെയാണ് അത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ വിചാരിക്കും, ഒരാളെ സ്നേഹിച്ചു, അയാളത്തിന് വിവാഹം കഴിച്ചു, അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആളേക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ഭർത്താവായിട്ട് കിട്ടിയില്ല, അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിക്കാം, അല്ലെ? അങ്ങനെ ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വിഭിന്നമായിട്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഈ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഇവനെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ പുള്ളി പ്രൊപ്പോസലായിട്ട് വന്നത്, അത് മതിയായിരുന്നു എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത വന്നിട്ടുണ്ടാവില്ലേ? യെസ്. പക്ഷെ അതായത് മിസ്റ്റർ എക്സ് മിസ് വൈനെ സ്നേഹിക്കുന്നു. ഓക്കെ, ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മിസ്റ്റർ എക്സിനോട് മിസ് ഇസെഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഓഫറായിട്ട് വരുന്നത്. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി നല്ലതായിട്ടുള്ള ഓഫറാണ്. അപ്പോ ഒരു പക്ഷേ മിസ്റ്റർ എക്സിന്റെ മനസ്സിൽ വരാം, ഞാൻ നേരത്തെ കമ്മിറ്റഡ് ആയില്ലായിരുന്നുവെങ്കിൽ ദ സെക്കൻഡ് വൺ ഈസ് ബെറ്റർ. അതൊരു വഞ്ചനാപരമായ രീതിയിൽ ചിന്തിക്കുന്നതല്ലട്ടോ ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് സ്റ്റേറ്റിംഗാണ്. ഞാൻ പറയില്ലേ, ഇന്നത്തെ ആളുകൾ വളരെ പ്രാക്ടിക്കലാണ്. വളരെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഇന്നത്തെ കുട്ടികൾ വളരെ പ്രാക്ടിക്കലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സംഭവിച്ചു എന്നല്ല, അങ്ങനെ സംഭവിക്കാം. യെസ്. പക്ഷെ മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹങ്ങളാണ്, അതൊരിക്കലും നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് വൺസ് ഓഫ് എ മാൻ ആൻഡ് ദ വേവ്സ് അറ്റ് ദ സീ നെവർ എൻഡ്. കരളിലെ മോഹവും കടലിലെ ഓളവും ഒരിക്കലും ശമിക്കുകയില്ല എന്ന് മന്നാടെ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ പാടിയത്. The once of a man and the waves at the sea never end. ഓക്കെ, അപ്പോ ഇനി നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ വേറൊരു വിഷയം പറയും. ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ റെഡിയായിട്ട് വരും. ഞാനിപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറായിരുന്നു. ഞാൻ നിങ്ങളോട്
പെട്ടെന്ന് പോയിന്റുകളൊന്നുമില്ല, വെറുതെ പെട്ടെന്ന്, കാരണം നമുക്ക് ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പൊ അതിന് തീരുന്ന. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ പറയുക. എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ എഫ് എന്നാണ്. ഫാദർ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ലെറ്ററിലാണ് നിങ്ങളുടെ ആൻസറുകൾ ആരംഭിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് സ്വീപ്പ് ചെയ്യാം. യെസ്, ഫസ്റ്റ് ലെറ്റർ ഈസ് എഫ്. ഓക്കെ, ആർ യു റെഡി? Yes, sir. Okay. Yes. Okay, Anila. First question. Opposite of success. Failure. Failure is the correct answer. Okay. Failure. Okay. Shubha, Aparna, Anila, Yasna, Rajlakshmi. Okay. It's the correct answer. Okay. Subhida, correct answer. Failure. അടുത്തത് ഞാനൊരു മീനിങ് ആണ് പറയുന്നത്. ആ മീനിങ്ങിന്റെ വൺ വേർഡ് നിങ്ങൾ പറയും. മീനിങ് ഇതാണ്: കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. അതിനൊരു വൺ വേർഡ്. ഓ, വെരി ഗുഡ് അപർണ, വെരി ഗുഡ്. കറക്റ്റ് ആണ് പറഞ്ഞത്. ഫേവർ ഇസ് എ കറക്റ്റ് വേർഡ്. ഓക്കെ, ഫേവർ. ഓക്കെ, ദീപ മനോജ് കറക്റ്റ്. ജാൻസി ഓക്കെ. യെസ്. ഓക്കെ, സുമിത ആദ്യം പറഞ്ഞ അപർണ, വെരി ഗുഡ്. ഓക്കെ സുധം. യെസ്. ഓക്കെ, ഫേവർ ആണ്. ഫേവർ ചെയ്യാന്ന് പറയാറില്ലേ? യെസ്. അടുത്തത് സിമ്പിൾ ആണ്, അത് പറഞ്ഞില്ലെങ്കിലാണ് ചെയ്ത പറയണത്. യെസ്. അനദർ വേർഡ് ഫോർ മൂവി. ഓക്കെ, സിമ്പിൾ. ഫിലിം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെയിൽ, MALE, എ മെയിൽ പാരന്റ്. A male parent, father. Okay. ഫീമെയിൽ അല്ല കേട്ടോ, മെയിൽ ആണായിട്ടുള്ള പാരന്റ് അല്ലെ? മെയിൽ എന്നുള്ളതിന്റെ ആണെന്നാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഫീമെയിൽ. ഫാദർ. ദീപ മനോജ്, അപർണ ഇറ്റ് ഈസ് ഓക്കെ. നവമി ഇറ്റ് ഈസ് ഓക്കെ. കറക്റ്റ്. അടുത്തത് ഓക്കെ അപർണ. ഓപ്പോസിറ്റ് ഓഫ് റിയൽ. REAL, റിയൽ. ഓപ്പോസിറ്റ് ഓഫ് റിയൽ. ഫേക്ക് ആണ്. ഫേക്ക്. ഓക്കെ, ഫേക്ക്. ഓക്കെ, രാജേശ്വരി, നവമി, അനില, സുബിത, രാജലക്ഷ്മി, അപർണ, ശുഭ, ദീപ, അന്ന, ശുഭ. ഓക്കെ, ഫേക്ക് ആണ്. FACE, ഫേക്ക്. റിയൽ, യാഥാർത്ഥ്യം. ഫേക്ക്, ഫാൾസ്. ഇനി ഞാൻ പറയുന്നത് ഒരു മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ ഒരു വൺ വേർഡ് പറഞ്ഞാൽ മതി. മീനിങ് ആണ്. മീനിങ് ഇതാണ്: വെരി ഹംഗ്രി. HUNGRY. വെരി ഹംഗ്രി എന്നർത്ഥം വരുന്ന എഫിൽ തുടങ്ങുന്ന ഒരു വേർഡ്. വെരി ഹംഗ്രി. ആര് പറയുമെന്ന് നോക്കട്ടെ. അപർണ. വെരി ഹംഗ്രി. യെസ്. ഫീൽ അതല്ല, വേറെ വേർഡ് ഉണ്ട് അനില. വെരി ഹംഗ്രി എന്നർത്ഥം വരുന്നൊരു വേർഡ്. ഓക്കെ, അപ്പോ ഞാൻ തന്നെ പറയാം. ഓക്കെ, മീനിങ് ഇതാണ്: ഫാമിഷ്ഡ്. FAMISHED. ഓക്കെ അപർണ. ഓക്കെ, ശുഭ രണ്ടുപേരും വന്നു. ഓക്കെ, ഫാമിഷ്ഡ് ആണ്. FAMISHED. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നോൺ. നോൺ എന്ന് പറഞ്ഞാല് KNOWN. നോൺ ടു മെനി പീപ്പിൾ. ഫെമിലിയർ ആണ്. വേറെ വേറെ കൂടി ഉണ്ട്, പറയാമോ? ഫേമസ്. ഓക്കെ, കറക്റ്റ്. ഫേമസ് ആണ്. മമ്മൂട്ടി ഈസ് ഫേമസ് ബിക്കോസ് ഹി ഈസ് നോട്ട് ടു മെനി പീപ്പിൾ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അടുത്ത രണ്ട് ചോദ്യങ്ങൾ കൂടിയുള്ളൂ. അതിലൊന്ന് ചോദ്യം ഇതാണ്: എ മാർക്ക്, MARK, മാർക്ക്, മെയ്ഡ് ബൈ എ ഫിംഗർ. എ മാർക്ക് മെയ്ഡ് ബൈ എ ഫിംഗർ. A mark
മെയ്ഡ് ബൈ എ ഫിംഗർ. ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ ഓക്കെ രാജലക്ഷ്മി, കറക്റ്റ് ആൻസർ. ഫിംഗർ പ്രിന്റ്, വിരലടയാളം. യെസ്, കറക്റ്റ്. ഓക്കെ ഓക്കെ ദീപ മനോജ്, കറക്റ്റ്, ഫിംഗർ പ്രിന്റ്. So I come to the last question, which is very easy question. Another word for end, end, end. Another word for end. Full stop. Full stop. Correct word നേരത്തെ എഴുതിയിട്ടാ പറഞ്ഞ finished. Okay, Nila, Rajlakshmi, Rani Shaji, Jisna, Rashmi, Anna, Deepa, and Jansi. Okay. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് പറയണം. അപ്പോൾ നാളെയും ഞാൻ തന്നെ ആവാനാണ് സാധ്യത. ടീച്ചർമാർക്ക് എല്ലാവർക്കും മിക്കവർക്കും പനിയാണ്. ഇംഗ്ലീഷ് ഭയമില്ലാതെ സംസാരിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഭയം ഇവിടെ വരുമ്പോ ക്ലാസ് വരുമ്പോ തന്നെ ദീപ എന്നോട് കുറച്ച് നിങ്ങളൊക്കെ പറയും ഇംഗ്ലീഷിൽ. സാറേ ഞാനൊരു പഠിച്ചിട്ടുണ്ട്, ഞാനൊരു കഥ പറഞ്ഞു, നോക്കി പറയരുത്, വെറുതെ പറയാം. അതിന് പറയാം. ഇപ്പൊ നേരത്തെ ജിസ്റ്റ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ സാറിനോട് എനിക്ക് എന്തും പറയാം, പക്ഷെ വേറെ ആളോട് പറയുമ്പോ എന്റെ മനസ്സ് ബ്ലാങ്ക് ആയി പോകുന്നു പറഞ്ഞില്ലേ എന്ന് പറയുന്നത്. എനിക്ക് അതുപോലെ ബ്ലാങ്ക് ആയിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ പറയും, പക്ഷെ എനിക്ക് ഒരു അത് ഇംഗ്ലീഷിന് മാത്രമേ ഉള്ളൂ. മലയാളം ഒക്കെ ആണെങ്കിൽ എവിടെ കയറി എന്തും പറയാൻ പറ്റും. അപ്പൊ കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞു. ദീപ വരുമ്പോ പറഞ്ഞു, നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോ ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. വീട്ടിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ പഠിക്കണം. തെറ്റിക്കോട്ടെ, തെറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. പറയാനുള്ളത് വരുമ്പോ തന്നെ ഒരു കഥയൊക്കെ റെഡി ആക്കിയിട്ട് വരുമ്പോ എന്നോടത് പറയാം. അല്ലെങ്കിൽ ദീപ സ്വയം വിചാരിക്കും ഞാനൊരു മീറ്റിംഗിൽ സ്വാഗത പ്രസംഗം പറയണം, അപ്പൊ അങ്ങനെ പറയാം. റെസ്പെക്ടഡ് വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഐ ട്രൈ ടു വെൽക്കം, അങ്ങനെ പറഞ്ഞു നോക്കാം. യെസ്, അപ്പൊ അങ്ങനെ ശരിയാവുന്നത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങനെ പറഞ്ഞു നോക്കാം, റെഡിയാവും. പല പ്രാവശ്യം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോമഡി അടുത്ത പ്രാവശ്യം പറയാം. നാളെ വരുമ്പോൾ പറഞ്ഞാൽ മതി. പ്രസംഗിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് മടി വന്ന ആളുടെ ഒരവസ്ഥ ഉണ്ട്. കോമഡി ആയിട്ടുള്ള കോമഡി അല്ല, സംഭവിച്ചതാണ്, എന്നാലും കോമഡിയായിട്ട് പറയുന്നത്. അത് നാളെ ഓർമ്മിപ്പിച്ചാൽ മതി. നാളെ നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ നാളെ വരുമ്പോൾ നമുക്ക് വേറെ സംഗതി കൂടി എടുക്കാനുണ്ട്. ഫോൺ കോഡ് എന്ന് പറഞ്ഞൊരു സംഗതി കൂടി എടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തുടർച്ചയായിട്ട് നിങ്ങൾക്കൊരു വിരസത വന്നാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനിങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞോളൂ രാജേഷ്. സാർ നേരത്തെ ഇതാ വെച്ച് പറഞ്ഞപ്പോ മൈ ഫാദർ ബോട്ട് എ ഫ്ലാറ്റിന്റെ ഇതൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞില്ലേനോ, ദിസ് ഈസ് ദ ഫ്ലാറ്റ് വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ഫാദറിന്റെ അത് വരണ്ട? അതില്ലാത്ത ഒരു സെന്റൻസ് ആയി പറഞ്ഞു മാത്രമേ. യെസ്, ഓക്കെ, വേറെ സെന്റൻസ് പറഞ്ഞു മാത്രം. ഫാദർ അപ്പൊ അതിനകത്ത് ഫാദർ വാങ്ങിയതായിട്ട് വരികയില്ല, വേറൊരു രീതിയിൽ പറഞ്ഞു മാത്രം. ഓക്കെ സാർ, അതെനിക്ക് അപ്പൊ ചോദിക്കാൻ പറ്റില്ല, കുറച്ച് തിരക്ക് വന്നു, അതുകൊണ്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. ഇങ്ങനെ ആലോചിച്ചില്ലേ, അത് വളരെ നല്ല കാര്യം. വെരി ഗുഡ്. ഓക്കെ, ഈ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ജീവിതത്തിലെ ഇങ്ങനൊരു സംഭവം പറയുന്നത് നിങ്ങൾ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും. ആൽബർട്ട് ഐൻസ്റ്റീനോട് ടീച്ചർ ചോദിച്ചു, ഞാനിപ്പോ സന്ദർഭോചിതമായിട്ട് പറയുമ്പോ പേരുകളൊക്കെ അങ്ങനെ പറയുമ്പോ വാട്ടർലി യുദ്ധത്തിൽ എത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ മറുപടി ടെസ്റ്റിലുണ്ട് ടീച്ചറെ. ഒന്ന് ആലോചിച്ച് നോക്കി, കുട്ടി പറയുന്നതാണ് ടെസ്റ്റിലുണ്ടെന്ന്. എന്നിട്ട് പാനിപ്പത്ത് യുദ്ധത്തില് എത്ര പേര് മരിച്ചു അതും കുട്ടി പറയുന്നു, അതും ടെസ്റ്റിലുണ്ട്. അപ്പൊ ടീച്ചർക്ക് ഇഷ്ടപ്പെടും. ടീച്ചർ എന്ന് പറഞ്ഞു, നീ മണ്ടനാണ്, നിനക്ക് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം എക്സ്ട്രാ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആൽബർട്ട് ഐൻസ്റ്റീനെ പിടിച്ചോടെ നിർത്തണം. എന്നിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ കുട്ടിയോട് പറയും, ടീച്ചറോട് പറയും, ടീച്ചറെ ഈ പാനിപ്പത്ത് യുദ്ധത്തില് 6000 പേര് മരിച്ചു. എന്തുകൊണ്ട് 6000 പേര് മരിച്ചു, എന്തുകൊണ്ട് 5000 പേരായില്ല? അതിന്റെ കാരണം ടീച്ചർ പറ. യെസ്,
അല്ലെങ്കിൽ ഇന്ന യുദ്ധത്തിൽ ഇത്ര പേരാണ് മരിച്ചത്, എന്തുകൊണ്ടാണ് അത്രയും പേര് കറക്റ്റ് മരിച്ചത്, അതിനേക്കാൾ എന്തുകൊണ്ട് കൂടിയില്ല കുറഞ്ഞില്ല. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ടെസ്റ്റ് എഴുതി വെച്ചേക്കല്ലേ, ഇത് നമ്മൾ എന്തിനാണ് കാണാതെ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. യെസ്, ഇത് പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അവന് TC മേടിച്ച് മറ്റേ കാനഡയിലെ സ്കൂളിലോട്ട് പോയിട്ട് അവിടെ പോയിട്ടാണ് പുള്ളി ബാക്കിയുള്ള പഠനങ്ങളൊക്കെ കുറിച്ചൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും സംശയം നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം. യെസ്, നിങ്ങളും എപ്പോഴും അങ്ങനെയായിരിക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും സംശയം ചോദിച്ചാൽ ആ സംശയം ചോദിക്കുന്ന കുട്ടികളെ നിങ്ങൾ എപ്പോഴും ചേർത്ത് നിർത്തണം. അവനിലുള്ള ത്വര അത് വർദ്ധിപ്പിക്കണം. ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഐസക് ന്യൂട്ടനോ ആൽബർട്ട് ഐൻസ്റ്റീനോ അതുമല്ലെങ്കിൽ മറ്റൊരു മരിയ മോണ്ടിസോറിയോ ആയിരിക്കണം കുട്ടി. യെസ്, പക്ഷെ അവരെ കണ്ടെത്തുന്നത് രാജേശ്വരി ടീച്ചറാണ്, അല്ലെങ്കിൽ അഖില ടീച്ചറാണ്, അല്ലെങ്കിൽ രാജലക്ഷ്മി ടീച്ചറാണ് എന്ന് അവർ പിന്നീട് പറയും. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ ദ എനിക്ക് നല്ല ഈ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഈ മോണ്ടിസോറി ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു ധൈര്യം ഉണ്ടാവണം. അതിന് സാർ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഓക്കെ, അത് കുഴപ്പമില്ല. ഇതിനകത്ത് അത് നമുക്ക് വേറൊരു മെത്തേഡിലൂടെയാണ് നമ്മൾ ആ ഒരു സംഗതിയൊക്കെ വരുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരു സിലബസ് ഇട്ടിട്ടുണ്ട്. ആ സിലബസ് നമുക്ക് തീർത്ത് പോകണം. അത് സിലബസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ആ സിലബസ് നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തു, അടുത്ത ദിവസം വരുമ്പോൾ ദീപയും നവമിയും വഴിയിൽ വെച്ച് കാണും. നിങ്ങൾ തമ്മിൽ കാണാൻ സാധ്യത, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അപ്പൊ വേറെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യും. അതുമല്ല എന്നുണ്ടെങ്കിൽ ജിസ്ന ഒരു ലോഡ്ജ് നടത്തുന്ന മാനേജറാണ്. ജിസ്നയുടെ അടുത്ത് ഷബീന റൂം എടുക്കാൻ വേണ്ടി വരെയാണ്. യെസ്, അവിടെ എന്തെടുക്കാനോ ചെല്ലുന്നേ? റൂം വാടകയ്ക്ക് എടുക്കാൻ ഒരു ദിവസം. അപ്പോ ജിസ്നയുടെ കാര്യം പറയാം, ഷബീനയുടെ കാര്യം പറയാം. യെസ്, ഓക്കെ, നമുക്ക് അത് റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ഈ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് റെഡിയാക്കാം, ഒന്നും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ധൈര്യം കാണിക്കും. എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സാറേ ഞാനൊരു സാധനം പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഞാനില്ല സാറില്ലേ നേരത്തെ ഫാമിഷ്ഡ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മീനിങ് കറക്റ്റ് വിശക്കുന്നു എന്നാണോ? ഇപ്പൊ നമ്മള് ഐ ഫീൽ വെരി ഹംഗ്രി എന്ന് പറയൂലേ, അപ്പൊ ഫാമിഷ്ഡ് അല്ല, അത് നമ്മൾ എഫിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് പറഞ്ഞത്. നമ്മൾ എഫിൽ തുടങ്ങുന്ന വാക്കുകൊണ്ടുള്ള വെരി ഹംഗ്രി എന്ന് പറയുന്ന അർത്ഥം വരുന്ന സംഗതിയാണ് നമ്മൾ പറഞ്ഞത്. എഫിൽ തുടങ്ങുന്ന, അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, എഫിൽ ആരംഭിക്കുന്ന വാക്ക് വെച്ച് പറയാറുണ്ട്. ഇത് നമുക്ക് ഐ ഫീൽ വെരി ഹംഗ്രി എന്ന് പറയാം. അപ്പൊ അതിനകത്ത് എഫിൽ ആരംഭിക്കുന്നില്ലല്ലോ. യെസ്, ഓക്കെ, നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പറഞ്ഞാണ് എഫിൽ ആരംഭിക്കുന്ന എല്ലാ വാക്കും. യെസ്, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അനില ഒരു സ്ഥലത്ത് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞു, പക്ഷെ അനില ചെന്നപ്പോ ഒരു 5:10. അപ്പൊ അനിലക്ക് വേണമെങ്കിൽ പറയാം, എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ്, ഞാൻ വരാൻ താമസിച്ചു പോയി, ക്ഷമിക്കണോട്ടോ. കറക്റ്റ് ആണ്. അത് തന്നെ അനിലക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സ്റ്റൈലാക്കാം, പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് കീപ്പിംഗ് ദ അപ്പോയിന്റ്മെന്റ്. അപ്പൊ വേറെ ലെവലല്ലേ സംഗതി, അതൊക്കെ തന്നെയാണ്. ഏത് വരാൻ താമസിച്ച് ക്ഷമിക്കണം എന്നുള്ളത് അത് വേറെ സ്റ്റൈല്. പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് കീപ്പിംഗ് ദി അപ്പോയിന്റ്മെന്റ്. അത് സംഭവം പറ്റു തന്നെയാണ്. എക്സ്ക്യൂസ് മീ ഫോർ ബീയിങ് ലേറ്റ് കുറച്ചുകൂടി സ്റ്റൈലായിട്ട് പറയാം. ഓക്കെ, അപ്പൊ രണ്ടും സെയിം ആണ്. നമ്മൾ എഫിൽ തുടങ്ങുന്ന വാക്ക് വെച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, സോ we will meet tomorrow. Okay, thank you, sir. Thank you, sir. Okay.